ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കേക്ക് ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂണും ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണും ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വെക്കാം. ഇതൊരു 1/2 kgയുടെ കേക്കല്ലേ, അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഇനി ഒരു ബൗളിലേക്ക് ഒരു 2 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മുന്നേ ഞാനൊരു 1 kgയുടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ. ഇനി നമുക്ക് ഈ എഗ് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ബീറ്റ് ചെയ്യുന്നതിന്റെ കൂടെ ഞാനൊരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ബീറ്റായി വരുമ്പോൾ നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും അതുപോലെ തന്നെ ഓറഞ്ച് എമൻഷ്യൽ ഒരു 1/4 ടീസ്പൂണും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ബീറ്റർ ലോ ആക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്ക് ബീറ്റർ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് മൈദ, അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഓറഞ്ചിന്റെ ജസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ഓറഞ്ച് തൊലി ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് 1/8 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് മൈദയും ഓറഞ്ച് ജ്യൂസും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ മൈദ കട്ട കെട്ടാതെ നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 6 ഇഞ്ചിന്റെ കേക്ക് ടിൻ എടുത്തിട്ട് അതിലേക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. കേക്ക് ടിന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെക്കണം കേട്ടോ. ഇവിടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് ചൂടാറിയാലും നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ ടേൺ ടേബിളിന്റെ പുറത്ത് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഞാൻ 1 kgയുടെ ബോർഡാണ് വെച്ചിട്ടുള്ളത്. അതിന്റെ മുകളിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാത്തിലും പോലെ നമ്മൾ ഷുഗർ സിറപ്പ് കേക്കിന്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന്റെ മുകളിലോട്ട് നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം മുഴുവനായിട്ടും. ഇനി ഒരു നൈഫ് എടുത്തിട്ട് നമുക്ക് ഈ ക്രീം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് ഞാൻ ഓറഞ്ചിന്റെ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെക്കാം. ഇതേപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് അതിന്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് ലെയറും നമുക്ക് അതേപോലെ തന്നെ ബാക്കിയുള്ള ഓറഞ്ച് ചോക്ലേറ്റും നമുക്ക് ഇട്ടെടുക്കാം. ഇനി തേർഡ് ലെയർ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്രീം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഐസിങ് നൈഫ് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് ഏതൊക്കെ ഭാഗത്താണ് ക്രീം ഒന്നും പിടിക്കാത്തത് അവിടെ എല്ലാം ക്രീം എല്ലാം തേച്ച് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് കോട്ട് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, ഡയറക്റ്റ് 2 കോട്ടും ഒരുമിച്ച് തേച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ടൊരു ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഓറഞ്ച് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് 1/2 കപ്പ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് കേട്ടോ ഓറഞ്ച് കോമ്പൗണ്ട് ചോക്ലേറ്റ്. ഇത് കേക്കിന്റെ ഐറ്റംസ് ഒക്കെ വാങ്ങുന്ന ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. ഓറഞ്ച് ഫ്ലേവർ ആണ് ഇതിന്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ബീറ്റ് ചെയ്ത ക്രീം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്.
ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കേക്കിന് നല്ലൊരു ഗ്ലേസ് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഈ ഗണാഷിന് ഒരു നല്ല ഗ്ലേസ് കിട്ടും. താഴത്തെ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇതിലൊന്നും കാണിക്കാത്തത്. ഇത് ചൂടാറിയതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ കേക്കിൽ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ചൂടാറാനും നിൽക്കേണ്ട, നന്നായിട്ട് ചൂടാറുമ്പോഴത്തേനും നമ്മൾ ഗണാഷ് ഒന്ന് കട്ട പിടിക്കും. അപ്പോൾ ഇതൊന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗണാഷ് നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിത് ഒരുപാട് ഫുള്ളായിട്ട് കേക്ക് കവർ ചെയ്യണില്ല, പകുതി അവിടെ ഇവിടെയൊക്കെ ഒലിച്ചു പോലെ ഒരു ഫീൽ ചെയ്യുന്ന പോലെ ഞാൻ ഒഴിച്ചു കൊടുക്കണുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഒരു പ്ലേറ്റൊക്കെ വെച്ചിട്ട് അതിലേക്ക് ഇത് ഒലിച്ച് പോകുന്നുണ്ടെങ്കിൽ, എൻ്റെ ഇതിൽ ഒലിച്ച് പോകണമെന്നില്ല, എന്നാലും ഞാൻ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അതേപോലെ തന്നെ ഞാൻ ഡാർക്ക് ചോക്ലേറ്റും ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഇത് ഡ്രിപ്പ് ആവുന്ന അതേ സമയം തന്നെ നമുക്ക് സൈഡിലൂടെ ഒരു ചെറിയ ഡെക്കറേഷൻ പോലെ ഇങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പം ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഐഡിയ പോലെ ചെയ്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ഇങ്ങനെയും ചെയ്യുന്നുണ്ട്. നമുക്ക് സൈഡിലേക്ക് ഒലിച്ചതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ ചോക്ലേറ്റിൻ്റെ 2 സ്റ്റിക്ക് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു മിൻറ്റ് ലീവ്സ് എടുത്തിട്ടുണ്ട്, അത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഓർഡർ കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ പേരെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഓറഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പുറത്തുള്ള ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.